നമസ്കാരം. പ്രധാന വാർത്തകൾ. പി കെ ശശിയെ UDFിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഡീൻ കുര്യാക്കോസ് MP. ശശിക്കെതിരായി മുമ്പ് നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യമെടുക്കാൻ ഒറ്റപ്പാലം കോടതിയിലെത്തി ഡീൻ. ശശിക്കെതിരെ മുമ്പ് നടത്തിയ സമരം അന്നത്തെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലെന്നും ഡീൻ കുര്യാക്കോസ്. നാട്ടുകല്ലിൽ 14-കാരനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച സംഭവം. നീതി ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ മാതാവ്. പ്രതികളുടെ സ്വാധീനത്തിന് പോലീസ് വഴങ്ങിയെന്നും പരാതി പറയാൻ ചെന്ന തന്നെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്നും മാതാവ്. ഒറ്റപ്പാലം നഗരസഭയിൽ CPM BJP മുന്നണി ഭരണമെന്നാവർത്തിച്ച UDF നേതാക്കൾ. നഗരസഭയിൽ വികസന വിരുദ്ധ ഭരണമെന്നാരോപിച്ച് ബുധനാഴ്ച മാർച്ച് നടത്തും. വാർഷിക പദ്ധതിയുടെ നിർവഹണം പോലും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമെന്നും നേതാക്കൾ. എടത്തനാട്ടുകരയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിയന്ത്രണമിട്ട കാർ പാഞ്ഞുകയറി അപകടം. 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ ബസ് കാത്തുനിന്ന യുവാക്കളെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. എടത്തനാട്ടുകരയിൽ പട്ടാപ്പകൽ യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ചു. വയറിലും കാലിനും പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ. പ്രദേശത്ത് കാട്ടുപന്നികളുടെ വിഹാരമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ. പൂരത്തിനൊരുങ്ങി പരിയാനംപറ്റ ക്ഷേത്രം. വലിയാറാട്ട് ബുധനാഴ്ച, പൂരം വ്യാഴാഴ്ച. ഉത്സവം തത്സമയം കാണാം മലബാർ ന്യൂസിൽ. വാർത്തകൾ വിശദമായി. പി കെ ശശിയെ UDFിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഡീൻ കുര്യാക്കോസ് MP. ശശിക്കെതിരായി നടന്ന സമരങ്ങൾ അന്നത്തെ വിഷയമാണെന്നും ഡീൻ പറഞ്ഞു. ഷൊർണൂർ മുൻ MLA പി കെ ശശിയുടെ രാജി ആവശ്യപ്പെട്ട് റോഡ് ഉപരോധിക്കുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്ത കേസിൽ ഒറ്റപ്പാലത്തെ കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് അനുകൂലമായി UDFിന് അനുകൂലമായി ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെങ്കിൽ ഇടതുപക്ഷ മൂല്യച്യുതിയിൽ മനം നൊന്ത് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരിക്കും അത്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പാലക്കാട് തന്നെ നിന്ന് സംസാരിക്കുമ്പോൾ സുരേഷ് VS അച്യുതാനന്ദൻ്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം തന്നെ പുതുയുഗ യാത്രയുടെ ഭാഗമായി UDFിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകൾ ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്കും ഐക്യജനാധിപത്യ മുന്നണിയിലേക്കും കടന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പി കെ ശശിക്ക് എതിരായി നടന്ന സമരം അന്നത്തെ രാഷ്ട്രീയ വിഷയമാണെന്നും അന്നത്തെ സിറ്റിംഗ് MLAക്കെതിരെയായിരുന്നു സമരമെന്നും അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് ഇന്ന് പ്രസക്തമല്ല എന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അന്ന് ഉണ്ടായ ഒരു രാഷ്ട്രീയ വിവാദമെന്നോ രാഷ്ട്രീയ ആക്ഷേപമെന്നോ പറയുമ്പോൾ LDFിൻ്റെ ഒരു സിറ്റിംഗ് MLA അക്കാര്യത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപത്തിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമരം ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിലാണെന്ന് സമരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണിത്. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹം കടന്നു വരുമെന്നുള്ള പത്രവാർത്തകൾ, മാധ്യമ വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഏതായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാൻ പറ്റുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എത്തുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു നിലപാടായിരിക്കുമല്ലോ പിന്നെ ഉണ്ടാവുക. ഈ സമരം നടന്നത് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കേസിൽ പ്രതികളാക്കപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അത് അതിൻ്റേതായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തുടർ പ്രക്രിയകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 2018 സെപ്റ്റംബർ 7 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സ്ത്രീ പീഡന ആരോപണ വിധേയനായ ഷൊർണൂർ മുൻ MLA പി കെ ശശി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിക്കുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്ത കേസിലാണ് ഡീൻ കുര്യാക്കോസ് MPക്ക് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോടതിയിലെത്തിയാണ് ഡീൻ ജാമ്യമെടുത്തത്. UDF നേതാക്കളായ TH ഫിറോസ് ബാബു, NK ജയരാജൻ, PMA ജലീൽ, NK കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ MPയെ അനുഗമിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്ന കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്ത കേസിൽ ജാമ്യമെടുക്കാൻ മണ്ണാർക്കാട് കോടതിയിൽ എത്തി ഡീൻ കുര്യാക്കോസ് MP. നാട്ടുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിച്ചത്. പി കെ ശശിക്കെതിരെ പ്രതിഷേധം നടത്തിയതിനെ തുടർന്നെടുത്ത കേസിൽ രാവിലെ ഒറ്റപ്പാലം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു. പി കെ ശശി CPM വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ശശിക്കെതിരെ പ്രതിഷേധിച്ചതിനുള്ള കേസിൽ ജാമ്യം നേടിയത്. അന്ന് ശശിക്കെതിരെ പ്രതിഷേധിച്ചവർ ഇന്ന് ശശിയെ ഒപ്പം നിർത്തുന്നതിൽ വൈരുദ്ധ്യമില്ലേ എന്ന ചോദ്യത്തിന്
അന്നത്തെ പ്രതിഷേധത്തിൽ കുറ്റബോധമില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും 7ാം ജന്മദിനത്തിലാണ് കോടതിയിൽ ഹാജരായതെന്നും MP പറഞ്ഞു. ഇടതുപക്ഷത്തോടെ എക്കാലവും ഉണ്ടായിരുന്ന ആളുകൾ, മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയും സഹായിയും ഒക്കെയായിരുന്ന മുൻ PA ശ്രീ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ശ്രീ PK ശശി ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയിരുന്നു, പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇടതുപക്ഷം ഇന്ന് അല്ലെങ്കിൽ CPIM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം വലിയ അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്നും ഒരുപിടി ആളുകൾ രാജിവെച്ച് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ കൂടെ PK ശശിയും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. കേരളീയ സമൂഹം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും അല്ലെങ്കിൽ വേദനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കൃപേഷ് ശരത് ലാൽ വധം. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതി ഇരട്ട കൊലപാതകം അന്ന് CPM-ൻ്റെ ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിക്കുകയാണ്. ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ശ്രീ ഫിറോസ് ബാബു ആയിരുന്നു അന്നിവിടെ പാലക്കാട് പാർലമെൻറ്റ് കമ്മിറ്റി പ്രസിഡൻറ്റ്. അപ്പോൾ ഷുഹൈബ് മരണപ്പെട്ടിട്ട് കൃത്യം 1 വർഷം കഴിയുമ്പോഴാണ് ഈ ഇരട്ട കൊലപാതകം സംഭവിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിപ്പോയി എന്നത് മാത്രമായിരുന്നു അവർ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിൽ അവരെ വേട്ടയാടി കൊല ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് മാർഗങ്ങളില്ലാതെ എന്ന് വെച്ചാൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ കടക്കേണ്ടി വന്നു. സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താൽ അനിവാര്യമായിരുന്നു. ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോ സമരമാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹർത്താൽ ഒരു അനിവാര്യ ഘടകമായിരുന്നു. ഹർത്താൽ പ്രഖ്യാപിച്ചു, അത് വിജയമായിരുന്നു, ജനങ്ങൾ സഹകരിച്ചു. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസെടുക്കുകയുണ്ടായി. DCC സെക്രട്ടറി TH ഫിറോസ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി, ഗിരീഷ് ഗുപ്ത, നൌഫൽ തങ്ങൾ, റിയാസ് തച്ചമ്പാറ, ഷിഹാബ് കുന്നത്ത്, രാജനാമ്പാടത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കേസ് പരിഗണിക്കുന്നത് മാർച്ച് 4-ലേക്ക് മാറ്റി. നാട്ടുകല്ലിൽ 14-കാരനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്ന് മാതാവ്. പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി നാട്ടുകൽ SHO പരാതി പറയാൻ ചെന്ന തന്നെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്നും മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകുമെന്നും താഴേക്കോട് സ്വദേശി പുളിക്കാടൻ സഫിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കളിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തോറ്റു. ഞങ്ങൾ പെരിക്ക് വേണ്ടി ബസ് കാത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ബൈക്കും 3 പോയിട്ട് ഇങ്ങനെ ഞങ്ങളടുത്തും പോയി. അതിന് ഒരുത്ത് ഇറങ്ങി വന്നിട്ട് എന്താ ഇവിടെ നിൽക്കണേ, എന്താണ് സംസാരിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ഇനിയും എൻ്റെ പല 1-2 ഇറക്കന്മാരോട് തച്ചു. സംഭവത്തെക്കുറിച്ച് സഫിയ പറയുന്നത് ഇങ്ങനെ: ഇക്കഴിഞ്ഞ 8-ന് നാട്ടുകൽ പുല്ലരിക്കോട്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിനിടെ തർക്കം നടക്കുകയും അത് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ കളി കഴിഞ്ഞ് തന്റെ മകൻ ഋഷിൽ ഉൾപ്പെടെയുള്ള കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തു നിൽക്കുന്നതിനിടെ ബൈക്കുകളിലും കാറിലുമായി എത്തിയ 15-അംഗ സംഘം കുട്ടികളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഋഷിലിന്റെ വാരിയലിനും കൈക്കും ചെവിയുടെ ഭാഗത്തും പരിക്കുണ്ട്. 8 ദിവസം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഋഷിലിനെ കൂടാതെ ഒപ്പമുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട്. അവരും ചികിത്സയിലാണ്. കുട്ടികൾക്ക് നേരെ അക്രമം നടക്കുന്നതറിഞ്ഞ് അവിടെയെത്തിയ തന്റെ സഹോദരൻ അൻസിലിനെ അക്രമി സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. കുട്ടികൾ തമ്മിലെ തർക്കം ഗ്രൗണ്ടിൽ തന്നെ തീർത്തതാണ്. എന്നാൽ ഒരു കാരണവുമില്ലാതെയാണ് തന്റെ മകൻ ഉൾപ്പെടെയുള്ളവരെ തല്ലിച്ചതച്ചത്. ഈ കേസിലെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് തന്റെ ആവശ്യം. എന്നാൽ ആക്രമണത്തിലെ പ്രധാന പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പിടികൂടിയവരെ വിട്ടയക്കുകയും ചെയ്തു. നാട്ടുകൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച തന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 10 മണി വരെ സ്റ്റേഷനിൽ ഇരുത്തി. ചെറിയ കുട്ടിയുമായി എത്തിയ തന്നോട് സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പ്രതികളോടെന്ന പോലെയാണ് നാട്ടുകൽ പോലീസ് പെരുമാറിയത്. കുട്ടികളെ ആക്രമിച്ചതിനു ശേഷം നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട കേസുകളെ പ്രതികളെ പിടിക്കേണ്ടത് പോലീസാണ്. അതിന് തന്റെ മകന് നീതി നിഷേധിക്കാൻ പാടില്ല. ഒരമ്മയ്ക്കും മകനും ഇതുപോലെയുള്ള ദുർവിധി ഉണ്ടാവരുത്. നീതിക്ക് വേണ്ടി പോരാടുമെന്നും സഫിയ പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പോലും പേടിയായിട്ടാണ്. കുട്ടി ഒരു റൂമിൽ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. അത്ര പേടിയാണ്. എന്നാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നു എന്നല്ലാതെ കുട്ടി അധികം സംസാരിക്കണില്ല, ഒന്നുമില്ല. കുട്ടീനെ പറ്റി സംസാരിക്കട്ടെ. ഇപ്പം നമ്മൾ പോലീസിൽ പരാതി പറഞ്ഞാലും എല്ലായിടത്തും നമുക്ക് തിരിച്ചു വരുന്ന ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ പോയി. അപ്പോഴും എനിക്ക് ചോദ്യം വരുന്നത്, ഈ ഇത്ര കുട്ടികളെ തച്ചെങ്കിൽ ഈ കുട്ടികൾ എങ്ങനത്തെ കുട്ടികളായിരിക്കാം? ഈ 14 വയസ്സായ കുട്ടികൾ എങ്ങനത്തെ കുട്ടികളായിരിക്കും?
അപ്പോൾ 20 വയസ്സ് 22 24 വയസ്സായതാണ് ഈ തച്ചിട്ടുള്ളത്. കളിയിലുള്ള ആൾക്കാരെ അല്ല തച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മളെ നാട് നമ്മളെ കേരളത്തിൽ നീതി കിട്ടണില്ലെങ്കിൽ എന്താണ് ഇവർ പുറത്തേക്കുള്ള മാതൃക കൊടുക്കുന്നത്? ഈ പ്രതികളെ 4 ആളും അന്ന് റിമാൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ കേൾക്കണ വാർത്ത ഓലെ പുറത്ത് തുറന്നു വിട്ടു, ജാമ്യം കിട്ടി. ഇതാണ് കേൾക്കുന്നത്. ഞാൻ ചൈൽഡിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ. പിറ്റേ ദിവസം വിളിച്ചിട്ട് ഞാൻ ചൈൽഡിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേസ് നല്ല രീതിക്കാണ്, നമുക്ക് പ്രശ്നമില്ല, നല്ല രീതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളി, നമുക്ക് അതിൻ്റെ ഇതാക്കാം. അങ്ങനെ ചൈൽഡിൽ നിന്നാണ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ SP സാറെ നേരിട്ട് പോയി കാണാൻ പറഞ്ഞ് SP സാറെ നേരിട്ട് ഞാൻ പോയി കണ്ട് പരാതി കൊടുത്തിട്ട് ഇപ്പം ഇന്നലെ DYSP വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട്ടേക്ക്. അവിടെ നമ്മൾ ചെന്നു. അപ്പോഴും തീർത്ത് പറയില്ല, നമ്മളൊരു കുറ്റക്കാരുള്ളൊരു രീതിക്ക് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് തച്ചവരുണ്ടെങ്കിൽ അത് പിടിക്കൽ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മളീ പെണ്ണ ഉത്തരവാദിത്തമല്ല. ഞാൻ ഈ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തച്ചോലെന്ന് ഞാൻ അടുത്ത് പറയണേ, എൻ്റെ കുട്ടീനെ തച്ചോലിക്ക് നീതി കിട്ടും. കാരണം എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ നീതി മേടിക്കും, അത് ഉറപ്പ്. പരിക്കേറ്റ ഋഷനും സഫിയയുടെ അയൽവാസി മൊയ്തും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയിൽ CPM BJP മുന്നണി വികസന വിരുദ്ധ ഭരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. വാർഷിക പദ്ധതിയുടെ നിർവഹണം പോലും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭയുടെ വാർഷിക പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുമെന്നോ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്നോ ഉള്ള കൃത്യമായ ധാരണ ഭരണസമിതിക്കില്ല. ഫെബ്രുവരി 5 നടന്ന കൗൺസിൽ യോഗത്തിൽ പദ്ധതികൾ ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് നിയമപരമായിരുന്നില്ല. ഭേദഗതി ചെയ്യുന്ന പദ്ധതികളുടെ സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാത്ത അജണ്ടയാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഫെബ്രുവരി 7 നടന്ന DPC യോഗം ഈ ഭേദഗതികൾ അംഗീകരിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. 2025-26 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി നിർവഹണം നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിയമാനുസൃതമായല്ലാത്തതായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കാരണമായിട്ടുള്ളത്. 5/2/2026 നടപ്പ് വർഷത്തെ പദ്ധതികൾ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി കൗൺസിൽ യോഗം ചേർന്നുവെങ്കിലും ഇത് നിയമാനുസൃതമായിരുന്നില്ല. ഭേദഗതി ചെയ്യപ്പെടുന്ന പദ്ധതികളുടെ സാമ്പത്തിക സ്രോതസ് കാണിക്കാതെയുള്ള അജണ്ടയിലാണ് ഈ യോഗം ചേർന്നത്. ഈ അജണ്ടയിൽ പാസാക്കിയ ഭേദഗതി പ്രൊജക്റ്റുകൾ 7/2/2026 ചേർന്ന DPC യോഗം അംഗീകരിച്ചിട്ടില്ല. ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതിയുടെ ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നഗരസഭയുടെ ഭരണസമിതിക്ക് ഒറ്റപ്പാലം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. എന്തൊക്കെയോ ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പോലെ പദ്ധതികൾ തയ്യാറാക്കി ഫണ്ടില്ല, എവിടുന്നൊക്കെയോ കണ്ടെത്താം, എന്നാൽ എങ്ങനെ കണ്ടെത്തും എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത രീതിയിലാണ് ഈ ഭരണസമിതി ഓരോ പദ്ധതികളും പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കണ്ടെത്തും. വികസന പദ്ധതികളെ ഇരുട്ടിൽ നിർത്തി മുന്നോട്ടു പോകുന്ന സമീപനമാണ് ഭരണസമിതി കാണിക്കുന്നത്. തികഞ്ഞ ക്രമക്കേടും കമ്മീഷൻ പറ്റുന്ന പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ് വാർഷിക പദ്ധതി കൗൺസിൽ മുമ്പാകെ വെക്കാൻ ഭരണസമിതി തയ്യാറാവാത്തതെന്നും നേതാക്കൾ പറഞ്ഞു. ഒറ്റപ്പാലം നഗരത്തെ തികഞ്ഞ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ്. ഒരു ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് സാമാന്യമായി അറിയേണ്ട അവകാശമാണ് ഏതൊക്കെയാണ് പദ്ധതികളെന്ന്. അത് അറിയിക്കാതെ വികസനത്തെ പദ്ധതികളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPM ഭരണസമിതിയും അവർക്ക് പിന്തുണ നൽകുന്ന BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കും. നാളെ ഒറ്റപ്പാലം മുനിസിപ്പൽ ഓഫീസിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി മാർച്ച് ചെയ്തു. വാർഷിക പദ്ധതി കൗൺസിൽ വയ്ക്കാത്തത് അതിൽ തികഞ്ഞ ക്രമക്കേടും അതോടൊപ്പം തന്നെ കമ്മീഷൻ പറ്റുന്ന പല പദ്ധതികളും ഉള്ളതുകൊണ്ടാണ് വാർഷിക പദ്ധതി കൗൺസിൽ മുമ്പാകെ വയ്ക്കാൻ ഭരണസമിതി തയ്യാറാണ്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF നേതാക്കളായ NK ജയരാജൻ, PMA ജലീൽ, മുഹമ്മദ് അലി നാലകത്ത്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തനാട്ടുകരയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിയന്ത്രണം വിട്ട കാർ പാഞ്ഞുകയറി അപകടം. 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മൂച്ചിക്കൽ നാനാംപള്ളിയാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ടവേര കാറാണ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളെ ഇടിച്ചത്. നാനാംപള്ളിയാൽ ഓങ്ങല്ലൂരാൻ ഹനീഫയുടെ മകൾ സഹല, പൂളയ്ക്കൽ മൊയ്തീൻ്റെ മകൾ നിസ്ബ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട്. 2 പേരും കോളേജ് വിദ്യാർത്ഥിനികളാണ്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കുണ്ട്. നിയന്ത്രണം വിട്ട കാറ് സമീപത്തെ മരത്തിലിടിച്ചാണ് നിന്നത്. പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ സമീപം അമിത വേഗതയിൽ എത്തിയ കാർ ബസ് കാത്തുനിൽക്കുകയായിരുന്ന യുവാക്കളെ ഇടിച്ച് അപകടം. അപകടത്തിൽ വേങ്ങൂർ സ്വദേശി അബ്ദുൽ അൻഷാദിന് ഗുരുതരമായി പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ട് 7:30 മണിയോടെയാണ് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷന് സമീപം ബസ് കാത്തുനിൽക്കുകയായിരുന്ന യുവാക്കളെ സ്വിഫ്റ്റ് കാർ ഇടിച്ചത്. വേങ്ങൂർ സ്വദേശി അബ്ദുൽ അൻഷാദ്, കരുവാരക്കുണ്ട് സ്വദേശി കബീർ, ചമ്മാടിയോട് സ്വദേശി ഉനൈസ് ഫൈസി എന്നിവരെയാണ് കാർ ഇടിച്ചത്. ഇടിച്ച് നിർത്താതെ പോയ കാറ് ബൈപ്പാസ് ജംഗ്ഷനിൽ കുടുങ്ങി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടിച്ച കാർ ശ്രദ്ധയിൽപ്പെടുകയും ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ കാറിൽ ഉണ്ടായിരുന്നവരെ തടയുകയും ചെയ്തു. മണ്ണാർക്കാട് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. ലൈസൻസ് ഇല്ലാത്തവരാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അപകടത്തിൽപ്പെട്ടവർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ അൻഷാദ് മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്ന് പരിക്കേറ്റവർ ആവശ്യപ്പെട്ടു. പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം. യുവാവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. എടത്തനാട്ടുകര അണയംകോട് സ്വദേശി താളിൽ ഷമീർ ബാബുവിനാണ് പരിക്കേറ്റത്. ആട് മേയ്ക്കുന്നതിനിടെ ഞായറാഴ്ചയാണ് സംഭവം. ഞായറാഴ്ച വൈകുന്നേരം 5:30ഓടെ അണയംകോട് നീറൻകുഴിപ്പാടത്ത് ആടുകളെ മേയ്ക്കുന്നതിനിടെ പന്നി ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നു. ഷമീറിന്റെ വയറിലും കാലിലും ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണമായതിനാൽ സ്വയരക്ഷ നേടാൻ കഴിഞ്ഞില്ല. ബോധരഹിതനായി വീണ അദ്ദേഹത്തെ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വലതുകാലിൽ മുട്ടിനോട് ചേർന്നാണ് പരിക്ക്. മാസങ്ങളോളം പരസഹായമില്ലാതെ ഷമീറിന് എഴുന്നേൽക്കാൻ കഴിയില്ല. ആടുകളെ പരിപാലിച്ച് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഷമീറും ഉമ്മയും ഭാര്യയും ജീവിക്കുന്നത്. തക്കതായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഷമീർ ആവശ്യപ്പെട്ടു. എന്നിട്ട് പന്നി ഓടി എൻ്റെ അടുത്തേക്കാണ് വന്നു. ഓടി വന്നുകൊണ്ട് നേരെ തട്ടിയത് വയറ്റിനിടിച്ചു. വയറ്റിനിടിച്ചതും നേരെ എനിക്ക് ബോധം പോയി. പിന്നെ രണ്ടാമത് വന്നുകൊണ്ട് എൻ്റെ കാലിന് വന്നുകൊണ്ട് നല്ലോണം അമർത്തിനിടിച്ചു. അപ്പോൾ എൻ്റെ കാലിന് ഇപ്പോൾ ചതവാണ്, നടക്കാൻ വയ്ക്കണില്ല, വേറൊരു മാർഗവുമല്ല. അങ്ങനെ ആടിനെ മേച്ചുകൊണ്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ല. എന്താ ഇപ്പോൾ എനിക്ക് കാലുകൊണ്ട് ഒരു ചവിട്ടാൻ നടക്കാൻ ഒരു മാർഗവും പറ്റണില്ല. ഇപ്പോൾ 2 ആൾ കാലുമ പിടിച്ചിങ്ങാണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകണം. പ്രദേശത്ത് കാട്ടുപന്നികളുടെ വിഹാരം മൂലം കൃഷിയിറക്കാൻ കഴിയാറില്ല. പട്ടാപ്പകൽ പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ വനംവകുപ്പ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് പൊതുപ്രവർത്തകനായ പാറക്കോട്ട് സുബൈർ പറഞ്ഞു. ഷമീർ ഈ വീടിൻ്റെ നാഥനാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആട് മേയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആട് മേയ്ക്കാൻ പോയപ്പോൾ ഉണ്ടായ ഈ അപകടം ഇത് വളരെ ഈ കുടുംബത്തെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അടിയന്തരമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ ഹോസ്പിറ്റൽ ചെലവ് നല്ല സംഖ്യ വന്നിട്ടുണ്ട്. ആദ്യം ഇവിടെ ഒരു ക്ലിനിക്കിലും, അതിനുശേഷം മണ്ണാർക്കാടും, അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലും, അതിനുശേഷം പെരിന്തൽമണ്ണ ഒരു സ്വകാര്യ ആശുപത്രിയിലും കാണിച്ച് പിന്നെയും മണ്ണാർക്കാട് നിന്നാണ് ഇപ്പോൾ സൂചി ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഈ കുടുംബത്തിന് അതൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജീവന് ഭീഷണിയായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പ്രദേശത്ത് ഷൂട്ടർമാരെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഗ്രാമപഞ്ചായത്തും എന്ന് അറിയുന്നു. ഭൂമി സംബന്ധമായ തർക്കക്കേസിൽ സ്ഥലം പരിശോധിക്കാനെത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണറെ ആക്രമിച്ചതായി പരാതി. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പെരിന്തൽമണ്ണ ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ കോടതിയിൽ നിലവിലുള്ള ഭൂമി സംബന്ധമായ തർക്കക്കേസിൽ കോടതി ഉത്തരവ് പ്രകാരം സ്ഥലപരിശോധനയ്ക്ക് ചെന്ന അഡ്വക്കേറ്റ് കമ്മീഷണറെ ആക്രമിച്ചതായാണ് പരാതി. അഡ്വക്കേറ്റ് കമ്മീഷണർ റാഷിദിനെയാണ് ആക്രമിച്ചത്. കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറാണെന്ന് പറഞ്ഞ് വാറണ്ട് കാണിച്ചപ്പോൾ വാറണ്ട് പേപ്പർ വലിച്ചു കീറുകയും അസഭ്യം പറയുകയും കരിങ്കൽ കൊണ്ട് അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി അഡ്വക്കേറ്റ് കമ്മീഷണർ റാഷിദ് പറഞ്ഞു. കല്ലുകൊണ്ട് അടിച്ചതിനെ തുടർന്ന് ഷോൾഡറിൽ പരിക്കേറ്റിട്ടുണ്ട്. പെരിന്തൽമണ്ണ കോടതിയുടെ OS 26/26 നമ്പർ കേസിലെ കമ്മീഷണറായിരുന്നു. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കഴിഞ്ഞ 14-ാം തീയതി
ഞാൻ ആ വസ്തുവകൾ താഴെക്കോടുള്ള അന്യായക്കാരുടെയും പ്രതികളുടെയും അവകാശപ്പെട്ട വസ്തുവകൾ പരിശോധിക്കാൻ പോയ സമയം നമ്മൾ 11:30 മണിയോട് കൂടി ഒരാൾ അങ്ങോട്ട് കടന്നു വരികയാണ്. ഈ പ്രതി കടന്നു വന്ന സമയത്തിനോട് ചോദിക്കും ആരാണ് എന്താണെന്ന് ചോദിച്ച പാടെ തന്നെ കേട്ടുള്ള അറപ്പും വെറുപ്പുകളൊക്കെ തെറി പറഞ്ഞുകൊണ്ടാണ് പ്രതി കടന്നു വരിക. ആ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ കോടതി അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷണറാണ്, കാര്യങ്ങൾ വസ്തുവകൾ പരിശോധിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം വന്നതാണെന്ന് പറഞ്ഞെങ്കിൽ എന്നാൽ ഈ പ്രതി ഞാൻ പലപ്രകാരം വാറണ്ട് കാണിച്ചു കൊടുത്തുവെങ്കിലും പ്രതി അത് നോക്കിയില്ലെന്ന് മാത്രമല്ല ആ വാറണ്ട് കൽപ്പന എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കയറി വലിച്ചിട്ട് വിട്ടേരുകയും എന്നോട് വീണ്ടും കയർത്ത് സംസാരിക്കാൻ ഉന്തിത്തള്ളുമായിട്ട് തെറി പറയുകയും ചെയ്ത സമയം ഞാൻ പറഞ്ഞു ഇങ്ങനെ കോടതി കമ്മീഷണർ വീണ്ടും പറഞ്ഞതിന് പ്രതി അതിൽ രോഷമുണ്ട്, പ്രതി അവിടെ ഉണ്ടെന്നൊരു കരിങ്കൽ എൻ്റെ തലക്കടിക്കാൻ ശ്രമിക്കേണ്ടായിരുന്നു. ഞാനത് ഒഴിഞ്ഞു മാറിയത് കാരണം ആ കരിങ്കൽ കുഞ്ഞിൻ്റെ സാധനം ആ കരിങ്കലിൻ്റെ അടി എൻ്റെ തോളിൽ തട്ടിയത്. ഈ സംബന്ധിച്ച് എനിക്ക് പരാതിക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും 3-4 ദിവസമായിട്ട് പ്രതിയെ പിടികൂടിയിട്ടില്ല. സംഭവത്തിൽ പെരിന്തൽമണ്ണ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK സുൽഫിക്കർ അലി, ഇന്ദിര നായർ, K അബ്ദുൽ സലാം, AV ഹസൻ, നിർമ്മൽ മൂർത്തി, K സുനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. താഴെക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു കേസിൽ ഉൾപ്പെട്ട സ്ഥലം പരിശോധിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് കമ്മീഷണറായി ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ മുനിസിപ്പൽ കോടതി നിയമിച്ച അഡ്വക്കേറ്റ് റാഷിദ് വടക്കൻ സ്ഥലപരിശോധനയ്ക്ക് വേണ്ടി എത്തിയത്. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ആ സ്ഥലപരിശോധന നടത്തിയിട്ടുള്ളതാണ്. മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടും അവിടെ ഹാജരാബാദിൽ എതിർകക്ഷി പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന സമയം മാരകായുധമായിട്ടുള്ള കല്ലുപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ അടി പ്രിയപ്പെട്ട സുഹൃത്തായ അഡ്വക്കേറ്റ് റാഷിദിൻ്റെ തലക്കാണ് കൊണ്ടിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ സംഭവിക്കാവുന്ന നിലയിലുള്ള ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അടിച്ച് പരിക്കേൽപ്പിച്ചതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കാട്ടുകുളം പരിയാനംപറ്റ പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ 5ാം ഉത്സവമായ ചെറിയാറാട്ട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ബുധനാഴ്ച വലിയാറാട്ടും വ്യാഴാഴ്ച പൂരവും ആഘോഷിക്കും. രാവിലെ 8 മണിക്ക് പ്രസാദ ഊട്ടോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് 9 മണിക്ക് 8ാമത്തെ ആറാട്ടും ഉഷപൂജയും നടന്നു. 11 മണിക്ക് ഓട്ടൻതുള്ളലും ഉണ്ടായി. കുമാരി നിവേദിത സതീഷാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ. വൈകുന്നേരം കൈകൊട്ടിക്കളിയും അരങ്ങേറി. രാത്രി 7 മണിക്ക് 9ാമത്തെ ആറാട്ടും തുടർന്ന് അത്താഴപൂജയും കളംപാട്ടും നടന്നു. ശ്രീപാദം പരിയാനംപറ്റ അവതരിപ്പിച്ച ഗാനോത്സവം 2026 തോൽപ്പാവക്കൂത്തും എടമന കുതിരവരവും ചെറിയാറാട്ടിന് മാറ്റുകൂട്ടി. 6ാം ഉത്സവമായ വലിയാറാട്ട് ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 8 മണിക്ക് പ്രസാദൂട്ട്, 9 മണിക്ക് 10ാമത്തെ ആറാട്ടും ഉച്ചപൂജയും, ഉച്ചയ്ക്ക് മംഗലാംകുന്ന് ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ ഓട്ടൻതുള്ളൽ, വൈകുന്നേരം 4 മണി മുതൽ കുതിര, കാള, തേര്, വേലവരവ് എന്നിവ ആരംഭിക്കും. 5 മണിക്ക് പാലക്കാട് G മണിയുടെ നാദസ്വര കച്ചേരിയുണ്ടാകും. രാത്രി 8 മണിക്ക് 11ാമത്തെ ആറാട്ട് നടക്കും. 19-ന് വ്യാഴാഴ്ചയാണ് പ്രസിദ്ധമായ പൂരം. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ശുദ്ധമായ കുടിവെള്ളമാണ് നൽകുന്നതെന്ന് ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ ആവശ്യം. സബ് കലക്ടർ അഞ്ജിത് സിംഗ് വിളിച്ചു ചേർത്ത പൂരം സംഘാടകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ഔദ്യോഗിക ക്രമീകരണങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം രോഗം വെള്ളത്തിലൂടെയാണ് പകരുന്നതെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശുദ്ധജലം നൽകണമെന്ന ആവശ്യം ഉയർന്നത്. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം, ആരോഗ്യവകുപ്പ്, നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്താൻ തീരുമാനമായി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും യോഗം അറിയിച്ചു.
ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായ ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തും. നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പ് നടത്തണമെന്നാണ് നിർദ്ദേശം. വനം, മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡും മുഴുവൻ സമയവും പൂരപ്പറമ്പിലുണ്ടാകും. വെടിക്കെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് വിധേയമായി നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചു. പൂരം ദിവസം ഒറ്റപ്പാലം മുതൽ ലക്കിടി വരെയും പൂരപ്പറമ്പിലും പോലീസ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. പൂരപ്പറമ്പിൽ CCTV നിരീക്ഷണവും ഉണ്ടാകും. സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. 24-ാം തീയതിക്കുള്ളിൽ യോഗം വിളിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകി. DJ, നാസിക് ഡോൾ, ആട്ടത്തപ്പട്ട ഉൾപ്പെടെ ഉയർന്ന ശബ്ദമുള്ള ആഘോഷ പരിപാടികൾ അനുവദിക്കില്ല. പിന്നീട് ദേശകമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര, തേര്, തട്ടിന്മേൽ കൂത്ത് ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പൂരം ദിവസം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ MK ജയസുധ, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചിത്ര, തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ദേശകമ്മിറ്റി ഭാരവാഹികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ CH സെന്ററും KMCC ഖത്തർ മലപ്പുറം ജില്ലാ ഘടകവും സംയുക്തമായി മൺമറഞ്ഞ ഈസാ സാഹിബിന്റെ പേരിൽ പെരിന്തൽമണ്ണയിൽ ഈസാ ടവർ നിർമ്മിക്കും. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഈസാ സാഹിബിന്റെ സ്മരണയ്ക്കായി പെരിന്തൽമണ്ണയിൽ ഈസാ ചാരിറ്റി ടവർ നിർമ്മിക്കും. പെരിന്തൽമണ്ണ CH സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വരുമാന മാർഗം എന്ന നിലയ്ക്കാണ് ഈസക്ക ചാരിറ്റി ടവർ നിർമ്മിക്കുന്നത്. പെരിന്തൽമണ്ണ CH സെന്ററും KMCC ഖത്തർ മലപ്പുറം ജില്ലാ ഘടകവുമാണ് പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ജീവിതത്തിൽ സാമൂഹ്യ സേവനം ദൗത്യമായി കണ്ടാണ് ഈസാ സാഹിബ് നിലകൊണ്ടത്. ജീവിതത്തിലുടനീളം യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിച്ചു. അത് അദ്ദേഹത്തെ വലിയ പ്രസ്ഥാനമാക്കിയെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നിരാലംബരായ അനേകം പേർക്ക് തണലേകാനുള്ള വിളക്ക് കൊളുത്തിവെച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ആ വിളക്ക് ശോഭയോടെ തിളങ്ങി നിൽക്കുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആ വിളക്ക് അണഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചതാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോയതാണ്. പക്ഷേ ഈസക്ക സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും അണയാത്ത വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ടാണ് നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളത്. ആ വിളക്കിൽ നിന്നുള്ള കൈത്തിരി നമുക്കിനിയും എവിടെയെല്ലാമാണോ നമുക്ക് ആവശ്യം അവിടെയൊക്കെ നമുക്ക് ആ കൈത്തിരി കൊളുത്താനും അവിടെയൊക്കെ പ്രകാശമാനമാക്കുവാനും അവിടെയൊക്കെ തന്നെ സ്നേഹവും കരുതലും ഒക്കെ നമുക്കുണ്ടാക്കുവാനും കഴിയും. ആ ഒരു വിളക്ക് തന്നെയാണിപ്പോൾ ഈസക്ക ടവർ എന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണ CH സെൻറ്ററിന് അതിവിടെ ലഭിക്കുവാൻ പോകുന്നത്. ഈസക്കയുടെ മനസ്സിനെ കണ്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഖത്തറിലെ KMCCയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അവരെല്ലാവരും അത് ഭംഗിയായി മനസ്സിലാക്കുന്നു. പെരിന്തൽമണ്ണ CH സെന്റർ പ്രസിഡന്റ് KPA മജീദ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും വ്യവസായിയും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ സൈനുൽ ആബിദീൻ സഫാരി ആമുഖ ഭാഷണം നടത്തി. ഈസക്ക ടവറിന്റെ നിർമ്മാണം പൂർത്തിയായാൽ അഹല്യ ആശുപത്രിക്ക് നടത്തിപ്പിന് കൈമാറും. കെട്ടിടത്തിന്റെ 3D രൂപം ചടങ്ങിൽ അനാച്ഛാദനം ചെയ്ത് അഹല്യ ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് കൈമാറി. പെരിന്തൽമണ്ണ CH സെന്ററിൽ ആരംഭിക്കുന്ന ചാരിറ്റി OP പ്രഖ്യാപനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. സെന്ററിന് കീഴിൽ ആരംഭിക്കാൻ പോകുന്ന സൗജന്യ നിയമസഹായ സെല്ലിനെക്കുറിച്ച് മഞ്ഞളാംകുഴി അലി MLA സംസാരിച്ചു. ബ്ലഡ് ഡൊണേഴ്സിനുള്ള സർട്ടിഫിക്കറ്റുകൾ നാലകത്ത് സൂപ്പി വിതരണം ചെയ്തു. സെന്ററിന് കീഴിൽ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ PTH വോളണ്ടിയർമാർക്കുള്ള ID കാർഡുകൾ PTH സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ MA അമീർ അലി വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സൈദലവി ഈസാ സാഹിബ് അനുസ്മരണം നടത്തി. CH സെന്റർ ജനറൽ സെക്രട്ടറി AK മുസ്തഫ, റഫീഖ് പള്ളിയാലിൽ, PK റഹീം, അലി മൊറയൂർ, സൽമാൻ, CV ഖാലിദ്, AK നാസർ, S അബ്ദുസലാം, സലീം കുരുവമ്പലം, CMA കരീം, നാലകത്ത് ഷൗക്കത്ത്, MS അലവി തച്ചനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹുസൈൻ കളപ്പാടൻ, റുക്സിനി സെയ്ദ്, ഷഹീന മോൾ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ, മുജീബ് പൂക്കോട്ടൂർ, റിയാസുദ്ദീൻ കൊപ്പം, PK അബൂബക്കർ ഹാജി, കുറ്റീരി മാനുപ്പ, ഇസാക്കയുടെ മക്കളായ നൌഷാദ്, നദീർ, ഫോറം ലത്തീഫ്, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, വിവിധ KMCC ചാപ്റ്റർ ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഈസാ ചാരിറ്റി ടവർ നിർമ്മാണത്തിലേക്ക്
ഫൈറൂസ് ഖാൻ വേങ്ങൂർ ഫണ്ട് കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SC മോർച്ച് പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. SC മോർച്ച് സംസ്ഥാന അധ്യക്ഷൻ ഷാജുമോൻ വട്ടേക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി വിദ്യാർത്ഥികളുടെ മുഴുവൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, പട്ടികജാതി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുക, സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SC മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. പരിപാടി SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിതരണം ചെയ്തിട്ടില്ല. നിരവധി പട്ടികജാതി കുടുംബത്തിൽപ്പെട്ടുള്ള നിരാലംബരായുള്ള ആളുകൾ, സ്വന്തമായിട്ട് ഭൂമിയും വീടും ഒന്നുമില്ലാത്ത നിരാലംബരായുള്ള ആളുകൾക്ക് ഭൂമിയും വീടും കൊടുക്കാനുള്ള ഒരു സമീപനവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇന്നും നിരവധി കോളനികളുണ്ട്. ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ധാരാളം. പട്ടികജാതി കോളനികൾക്ക് ആ പേര് മാറ്റി എന്നുള്ളതല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ജീവിത നിലവാരം ഉയരാൻ താമസത്തിനും ഭക്ഷണത്തിനും ജോലിക്കും ഉള്ള സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അഭ്യസ്തവിദ്യരായുള്ള നിരവധി പട്ടികജാതി യുവതി യുവാക്കൾ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷം പിൻവാതിൽ നിയമനത്തിലൂടെ അവരുടെ പാർട്ടിക്കാരെ തിരികെ കയറ്റുകയും അർഹരായുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തടയുകയും ചെയ്യുന്ന സമീപനം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി A ചന്ദ്രൻ, SC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KK കുഞ്ഞൻ, PK രാമകൃഷ്ണൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണം ഉടൻ ആരംഭിക്കണമെന്ന് KSSPU പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കുലുക്കല്ലൂർ മുളയൻകാവിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പട്ടാമ്പി ബ്ലോക്കിന്റെ 34ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. മുളയൻകാവിൽ രാവിലെ പ്രകടനത്തോടെയായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞു വരുന്ന തരത്തിലേക്കാണ് തൊഴിൽ കോഡുകളുടെ ഭാഗമായി ഒക്കെ തന്നെ സംവിധാനങ്ങൾ പോയിട്ടുള്ളത്. റെയിൽവേയിൽ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലുകൾ പോസ്റ്റുകൾ ഉണ്ടായിട്ടും നികത്താതെ കിടക്കുന്നത് നമുക്കറിയാം. നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നികത്താതെ കിടക്കുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് PSC നിയമനങ്ങൾ വളരെ വളരെ കുറഞ്ഞു വരുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ സംസ്ഥാനമല്ല കേരളം, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന നാടുമല്ല കേരളം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന PSC നിയമനങ്ങളിൽ 60% നടക്കുന്നത് ഈ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യം, കേരളത്തിൽ മാത്രമാണ് നിയമനങ്ങൾ പലപ്പോഴും നടക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിലിടങ്ങളിലേക്ക് കയറാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ, ചില വകുപ്പുകളിൽ സ്വാഭാവികമായിട്ടും UGCയുടെ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെയുള്ള പോസ്റ്റുകൾ കുറഞ്ഞത്. അതിലെ ചില വകുപ്പുകളിൽ കുറഞ്ഞതിന്റെ പേരിൽ മൊത്തം കേരളത്തിൽ നിയമനം നടക്കുന്നില്ല. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ അധ്യക്ഷനായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷൻകാരായ ജനപ്രതിനിധികളെ ആദരിക്കൽ കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി നിർവഹിച്ചു. T ശശിധരൻ, PV ജയകുമാർ, PN മോഹൻദാസ്, NP കോമളം, AP മുരളീധരൻ, NG പിള്ള, AS വിജയൻ, M ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു.
ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഫെബ്രുവരി 7, 13, 16 തീയതികളിലായി നടന്ന തൊഴിൽ മേളയിൽ ബിടെക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യത നേടിയ 2000-ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. പഠനശേഷം വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചത്. അശോക് ലെയ്ലാൻഡ്, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബോർഗ് വാർണർ, മസ്കൻ ബിൽഡേഴ്സ്, ക്ലയോട്ട് ഇന്റീരിയേഴ്സ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം, അതേർ, സ്നൈഡർ ഇലക്ട്രിക്, AVT നാച്ചുറൽ, SFO ടെക്നോളജീസ്, അഡോൺ കൺസ്ട്രക്ഷൻസ്, ഇന്റീരിയോ ഹബ്, അഗ്രിക്കോ ഡിസൈൻസ് തുടങ്ങിയ 40ഓളം കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്ത് യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുത്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്കിലെ പാസ് ഔട്ട് വിദ്യാർത്ഥികൾക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും പുറമെ വിവിധ ജില്ലകളിലെ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ബിടെക് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത്. ഇവിടെ വന്നപ്പോൾ ഞാൻ 2 കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒന്ന് അശോക് ലെയ്ലാൻഡും പിന്നെ ഒന്ന് SFO ടെക്നോളജീസും. അപ്പോൾ അവർ നമ്മുടെ സ്കിൽസിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ആദ്യം നമ്മുടെ സ്വയം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുക, പിന്നെ അവർ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യുക, അവർ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഇപ്പോൾ സ്നൈഡറിനെയും പിന്നെ അതുപോലെ തന്നെ അശോക് ലെയ്ലാൻഡിനെയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അവർ ജസ്റ്റ് പ്രോസസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിത് കഴിഞ്ഞിട്ട് എന്തായാലും കോൾ ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബിടെക് ഡിഗ്രി എന്തായാലും വേണം, ഡിഗ്രി കഴിഞ്ഞിട്ട് അവരെന്തായാലും വിളിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബ് ഫെയർ നല്ല അഭിപ്രായമാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ NSSന്റെ ഡ്യൂട്ടിക്ക് വന്നായിരുന്നു. അപ്പോൾ തന്നെ ജോബ് ഫെയറിനെ പറ്റി അറിയാം. നല്ല നല്ല കമ്പനീസ് ആയിരുന്നു. എന്തുകൊണ്ട് നല്ല അഭിപ്രായമാണ്. ഇന്നത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോഫ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു IT കമ്പനിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ AI&ML ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇന്റർവ്യൂവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും നല്ലതായിരുന്നു. കുറേ ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ, നമ്മൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് ആണ് തരുന്നത്. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവയ്ക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റും മേളയുടെ ഭാഗമായി നടന്നതായി കോളേജ് അധികൃതർ അറിയിച്ചു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വാണിജ്യ വാർത്തകൾ. സ്ത്രീകളുടെ ഇമ്പോർട്ടഡ് ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കി സൂക്ക ബോട്ടിക് എടത്തനാട്ടുകര സ്റ്റാറ്റസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. N. ഷംസുദ്ദീൻ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 15-ാം തീയതി മുതൽ മാർച്ച് 25-ാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പത്തിന് മാറ്റുകൂട്ടാൻ എടത്തനാട്ടുകരയിൽ ഇനിയൊരു നൂതന സംരംഭം കൂടി. സൂക്ക ബോട്ടിക് എടത്തനാട്ടുകര കോട്ടപ്പള്ള സ്റ്റാറ്റസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. N. ഷംസുദ്ദീൻ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് അലായൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റഫീഖ പാറോക്കോട്ട്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് AP മാനു തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സൂക്ക ബോട്ടിക് മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. ഒരു വനിതാ സംരംഭം എന്ന നിലയിലാണ് സൂക്ക ഇവിടെ തുടക്കം കുറിക്കുന്നത്. അവരിൽ പലരും അവരൊക്കെയും നല്ല സംഘാടന മികവും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും
അതുപോലെ പാലിയേറ്റീവ് രംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഈ നാട്ടുകാരുമായി നല്ല ബന്ധമുള്ളവരുമാണ്. തീർച്ചയായും ഒരു ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കണം എന്നവർക്കറിയാം. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നല്ല സേവനം നൽകുക എന്നുള്ളതാണ്. നാട്ടുകാർക്ക് നല്ല അഭിപ്രായം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ പ്രാപ്തരായ 5 പേരാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സ്വപ്രയത്നം കൊണ്ട് ജനകീയമായ സ്ത്രീകളെയും മാനേജ്മെന്റ് ഉപഹാരം നൽകി ആദരിച്ചു. സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനാണ് സൂക്കയിലുള്ളത്. പാർട്ടി വെയേഴ്സ്, സെമി പാർട്ടി വെയേഴ്സ്, വെസ്റ്റേൺ വെയേഴ്സ് എന്നിവയുടെ വിപുലമായ കളക്ഷൻ സൂക്കയിലുണ്ട്. കോട്ടൺ ഐറ്റം, ജയ്പൂർ കോട്ടൺ, ഇമ്പോർട്ടഡ് സൗദി അബായാസ് എന്നിവയുടെ മികവുറ്റ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. അണ്ടർ ഗാർമെന്റ്സ്, മാച്ചുകൾ കൂടാതെ എല്ലാവിധ ജീൻസ് ഐറ്റംസും ഇവിടെയുണ്ട്. ഫെബ്രുവരി 15-ാം തീയതി മുതൽ മാർച്ച് 25-ാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. സ്ത്രീകൾക്കായി സ്ത്രീകൾ തന്നെ ആരംഭിച്ച സ്ഥാപനമാണ് സൂക്ക ബൊട്ടിക്. മറ്റു വാർത്തകൾ. കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷങ്ങൾക്ക് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പനാവൂർ മന നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റം ദിവസം വൈകിട്ട് 7-ന് കോങ്ങാട് ശ്രീപാദം ഭജൻസ് അവതരിപ്പിച്ച ഭജൻസ് നടന്നു. വിശേഷാൽ പൂജകൾക്ക് പുറമെ ദിവസേന ധാരികാവധം പാട്ട്, ദീപാരാധന, മേളം, നാദസ്വരം, ശീവേലി എഴുന്നള്ളിപ്പ്, തോൽപ്പാവുകൂത്ത് എന്നിവയുണ്ടാകും. 18-ന് 5-ന് പാതിരക്കുന്നത്ത് മന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ സർപ്പബലി. രാത്രി 7:30-ക്ക് ഡാൻസിംഗ് ഡ്രാമ, കളംപാട്ട്. 19-ന് രാത്രി 7:30-ക്ക് തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, കളംപാട്ട്. 20-ന് 5-ന് നൃത്തസന്ധ്യ. രാത്രി 7-ന് കലാമണ്ഡലം രതീഷ് ദാസും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവിൽ തായമ്പക. ചെറിയാറാട്ട് ദിനമായ 21-ന് വൈകിട്ട് 5-ന് സംഗീത സന്ധ്യ. രാത്രി 7:30-ക്ക് ഓട്ടൻതുള്ളൽ. 8:30-ക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ്. 22-ന് വലിയാറാട്ട് ദിനത്തിൽ രാവിലെ 9-ന് പഞ്ചാരിമേളം. വൈകിട്ട് 5:30-ക്ക് നങ്ങ്യാർകൂത്ത്. രാത്രി 7:30-ക്ക് തൃത്തായമ്പക. 9-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ്. പുലർച്ചെ 2-ന് കാളക്കളി എന്നിവ നടക്കും. 23-ന് ഭരണിവേല ദിനത്തിൽ വൈകിട്ട് 4-ന് ദേശപ്പാന വരവ്. 5-ന് വാദ്യഘോഷങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ദേശകള വരവ്. 7:30-ക്ക് കമ്പം കത്തിക്കൽ. 24-ന് കൊടിയിറക്കം എന്നിവ ഉണ്ടാകും. ചെർപ്പുളശ്ശേരി റൂറൽ ജില്ലാ ട്രഷറിക്കായി കച്ചേരിക്കുന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, കൗൺസിലർ BP ഷമീജ്, ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടർ ബിജുമോൻ KP, ജില്ലാ ട്രഷറി ഓഫീസർ സാജിദ അമ്യാൻ, അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ പ്രദീപ് BM, പ്രശാന്ത് N, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പി മമ്മിക്കുട്ടി MLA മുഖ്യ രക്ഷാധികാരിയായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. ഈ മാസം തന്നെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും.
PK ശശിയെ UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഡീൻ കുര്യാക്കോസ് MP. ശശിക്കെതിരായി മുമ്പ് നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യമെടുക്കാൻ ഒറ്റപ്പാലം കോടതിയിലെത്തി ഡീൻ. ശശിക്കെതിരെ മുമ്പ് നടത്തിയ സമരം അന്നത്തെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലെന്നും ഡീൻ കുര്യാക്കോസ്. നാട്ടുകല്ലിൽ 14-കാരനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച സംഭവം. നീതി ലഭിച്ചില്ലെന്ന കുട്ടിയുടെ മാതാവ്. പ്രതികളുടെ സ്വാധീനത്തിന് പോലീസ് വഴങ്ങിയെന്നും പരാതി പറയാൻ ചെന്ന തന്നെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്നും മാതാവ്. ഒറ്റപ്പാലം നഗരസഭയിൽ CPM BJP മുന്നണി ഭരണമെന്നാവർത്തിച്ച UDF നേതാക്കൾ. നഗരസഭയിൽ വികസന വിരുദ്ധ ഭരണമെന്നാരോപിച്ച് ബുധനാഴ്ച മാർച്ച് നടത്തും. വാർഷിക പദ്ധതിയുടെ നിർവഹണം പോലും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമെന്നും നേതാക്കൾ. എടത്തനാട്ടുകരയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിയന്ത്രണമിട്ട കാർ പാഞ്ഞുകയറി അപകടം. 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ ബസ് കാത്തുനിന്ന യുവാക്കളെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. എടത്തനാട്ടുകരയിൽ പട്ടാപ്പകൽ യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ചു. വയറിലും കാലിനും പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ. പ്രദേശത്ത് കാട്ടുപന്നികളുടെ വിഹാരമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ. പൂരത്തിനൊരുങ്ങി പരിയാനംപറ്റ ക്ഷേത്രം. വലിയാറാട്ട് ബുധനാഴ്ച, പൂരം വ്യാഴാഴ്ച. ഉത്സവം തത്സമയം കാണാം മലബാർ ന്യൂസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.